കാര്യവിചാരം 73. വിട്ടുകളയരുത്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രധാന വിഷയമാണ്. നമുക്കൊക്കെ പറ്റുന്ന ഒരു അമളിയെപ്പറ്റിയാണ് പറയുന്നത്. വിശദമായി പറയാം. നമ്മുടെ നേട്ടങ്ങൾക്കായി നാമൊക്കെ കഠിനാധ്വാനം ചെയ്യാറുണ്ട്. ചിലപ്പോൾ എടുത്തു പറയത്തക്ക നേട്ടങ്ങളായിരിക്കില്ല, എന്നാൽ ചിലപ്പോൾ ആ നേട്ടങ്ങൾ ഉന്നതമായിരിക്കുകയും ചെയ്യാം. ഒരു കാര്യം പ്രധാനമാണ്: നേട്ടങ്ങൾക്കായുള്ള പ്രയാണം സ്ഥിരതയുള്ളതായിരിക്കണം. അവസാനം വരെ പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകണം. ആ വഴിയിൽ കൂർത്ത കല്ലും മുള്ളും കണ്ടേക്കാം. അതൊന്നും വകവയ്ക്കരുത്. അതൊന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ തക്കതാവരുത്. അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. ഇനി പറയാൻ പോകുന്നതാണ് അതിപ്രധാനം. നേട്ടത്തിനായുള്ള പാച്ചിലിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ വേഗത കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഉറച്ചു നിൽക്കണം. ലക്ഷ്യം കൈവിട്ട് കളയരുത് എന്നർത്ഥം. ക്രിക്കറ്റ് കളിയിലെ ഫീൽഡർമാർ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര ആവേശത്തോടെയാണ് അവർ പന്ത് പിടിക്കുന്നത്. ചിലപ്പോൾ പക്ഷിയെപ്പോലെ പറന്നും, ചിലപ്പോൾ ഡൈവ് ചെയ്തും, മറ്റു ചിലപ്പോൾ ഉരുണ്ടും, ചിലപ്പോൾ ഉയരത്തിൽ ചാടിയും ഒക്കെ. ആ പന്ത് കൈവിട്ടു പോയാൽ ആ ഫീൽഡറിൻ്റെ മുഖത്ത് എന്ത് നിരാശാഭാവമായിരിക്കും എന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം ആ കൈവിടൽ അയാളുടെ ടീമിന് കനത്ത നഷ്ടമാണ് വരുത്തുന്നത്, അയാൾക്കും. ചുരുക്കി പറയാം, കയ്യിൽ കിട്ടുന്നത് വിട്ടുകളയരുത്. കാരണം അങ്ങനെ ഒരവസരം ഇനി ഉണ്ടായെന്ന് വരില്ല. ഫുട്ബോൾ കളിയിൽ ഗോളിയുടെ സ്ഥാനം അതിപ്രധാനമാണ്. ഹോക്കിയിലും അതുപോലെ തന്നെയാണ്. ഇന്ത്യൻ ടീമിലെ നമ്മുടെ മലയാളി ഗോൾ കീപ്പർ ശ്രീജേഷിനെ നമ്മളൊക്കെ അറിയും. എത്ര ആരാധനയോടെയാണ് നാം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. എതിർ ടീമിൻ്റെ ശക്തിയേറിയ ഗോളടി തടഞ്ഞു നിർത്തുന്ന ഗോളി ടീമിലെ മുഖ്യ ഘടകമാണ്. അയാൾ ബോൾ കൈവിട്ടാൽ അത് എതിർ ടീമിന് ഒരു ഗോളായി. ചിലർ ഒരാവേശത്തിന് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് കൈവിട്ട് കളയുന്നു. എന്നാൽ മിടുക്കന്മാർ കയ്യിൽ കിട്ടിയത് വിടാതെ പിടിച്ചു വയ്ക്കുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ കാണാറുണ്ട്. നാം സ്വയം നഷ്ടപ്പെടുത്തുന്ന പല അവസരങ്ങളും പിന്നീട് ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നറിയണം. നേട്ടങ്ങൾക്കായി തീവ്രമായ മത്സരമാണ് ഏത് രംഗത്തും എക്കാലവും. സിവിൽ സർവീസ് പരീക്ഷയിൽ യുവാക്കൾ കഠിനാധ്വാനം ചെയ്ത് റാങ്ക് നേടുന്നുണ്ട്. എന്നാൽ ചിലർ ആദ്യം കിട്ടുന്ന താഴ്ന്ന റാങ്കിൽ തൃപ്തരാകാതെ കൂടുതൽ ഉയർന്ന റാങ്ക് ലഭിക്കുന്നതിനായി വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുന്നു. ചിലർ അതിൽ വിജയിച്ച് ഉന്നത റാങ്കുകൾ നേടുന്നു. ഈ അവസരം മുതലാക്കാതെ അധികം ആളുകളും ആദ്യം കിട്ടിയ റാങ്ക് കൊണ്ട് തൃപ്തരാകുന്നു. ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ട പാഠം ഒന്നേ ഒന്നാണ്: അവസരങ്ങൾ പാഴാക്കരുത് എന്നതാണ് ആ പാഠം. മനുഷ്യജീവിതത്തിൽ വിജയിയാകുന്നതിനുള്ള പ്രധാന പാഠവും അതാണ്. ആരോഗ്യകരമായ മത്സരത്തിലൂടെ നേടുന്ന എല്ലാ വിജയങ്ങൾക്കും 7 അഴകാണ്. അവസരങ്ങൾ കൈവിട്ട് കളയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സങ്കടകരവും. എത്രയോ എണ്ണമറ്റ അവസരങ്ങളിലാണ് നിത്യവും നാം പാഴാക്കുന്നത്. കയ്യിൽ കിട്ടുന്നത് വിട്ടുകളയരുത്.